ഹൈ ഓൾ വെൽക്കം ബാക്ക്. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ഒരു ടൂളാണ് ലെക്സ്. ഓക്കെ, ആ പേരിൽ തന്നെ അറിയാം ലെക്സ് എന്ന് പറയുന്ന ടൂള് എന്താ നമ്മൾ ലെക്സിക്കൽ അനലൈസറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതായത് നമ്മുടെ കമ്പൈലറിന്റെ ഫസ്റ്റ് ഫേസ് അതാണ് ലെക്സിക്കൽ അനാലിസിസ് ഫേസ്. ഓക്കെ, അപ്പൊ ഈ ലെക്സ് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ലെക്സിക്കൽ അനലൈസറിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം എന്താ ചെയ്യുന്നത് ഇതിന് ശരിക്കുള്ള വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ലെക്സ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻപുട്ടിനെ എടുക്കും. അതായത് ലെക്സ് എടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് റെഗുലർ എക്സ്പ്രഷൻസ് ആയിരിക്കും. അപ്പൊ ഈ റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ടാണല്ലോ നമ്മൾ ടോക്കണിന്റെ പാറ്റേണിനെ പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഈ ടോക്കണിന്റെ പാറ്റേൺ, അതായത് റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ട് എഴുതിയിരിക്കുന്ന ടോക്കണിന്റെ പാറ്റേൺ ആയിരിക്കും നമ്മുടെ ലെക്സ് പ്രോഗ്രാമിനകത്തുള്ളത്. അതിനെ ലെക്സ് എന്ത് ചെയ്യും, സി പ്രോഗ്രാം ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ ഇനി നോക്കുന്നുണ്ട്. ഇനി ലെക്സ് എന്ന് പറയുന്നത് എന്താണ്, ടോക്കൺ റെക്കഗ്നീഷന് വേണ്ടിയിട്ട് നമ്മൾ കമ്പൈലർ ഡിസൈൻ യൂസ് ചെയ്യുന്നതാണ് ലെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള്. ഓക്കെ, അതായത് ഫസ്റ്റ് ഫേസിന്റെ ആ ടൂൾ എന്ന് പറയുന്നത്. ഇനി ലെക്സ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന യാക്കിന്റെ കൂടാണ്. യാക്ക് എന്ന് പറയും, YACC, അതായത് യെറ്റ് അനദർ കമ്പൈലർ എന്ന് പറയും. ഈ യാക്ക് എന്ന് പറയുന്ന സാധനം എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? അത് സെക്കൻഡ് ഫേസിന് വേണ്ടി, അതായത് പാഴ്സറിനെ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പാഴ്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സിന്റാക്സ് അനലൈസർ ആണ്, അതായത് രണ്ടാമത്തെ ഫേസ്. അപ്പം ലെക്സും യാക്കും കൂടെ നമ്മൾ ഒരുമിച്ചായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പോഴും ലെക്സിന്റെ ഇവർ രണ്ടുപേരും ഭയങ്കര എന്താണ്, ചേട്ടനനിയന്മാരെ പോലെ. അപ്പൊ യാക്ക് അതായത് സിന്റാക്സ് അനലൈസർ ആണല്ലോ ലെക്സിക് അനലൈസറിനോട് പറയുന്നത് ടോക്കണെ ജനറേറ്റ് ചെയ്ത് തരൂ എന്ന് അല്ലെ. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ലെക്സ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ. ഓക്കെ, ഇത് സാധാരണ പ്രോഗ്രാം പോലെ അല്ല. ലെക്സ് പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഇതിന് 3 സെക്ഷൻസ് ഉണ്ട് ലെക്സ് പ്രോഗ്രാമിന്. ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ സെക്ഷൻ വരും, പിന്നെ രണ്ടാമത്തെ സെക്ഷൻ ആണ് റൂൾ സെക്ഷൻ, പിന്നെ ശേഷം വരുന്നതാണ് യൂസർ സബ്റൂട്ടീൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് നമ്മൾ ലെക്സ് പ്രോഗ്രാമിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനി ഇതിനിടയ്ക്ക് കണ്ടോ ഈ 2%, ഈ 2% എന്ന് പറയുന്നത് സെക്ഷൻ സെപ്പറേറ്റർ ആണ്. ഡെഫിനിഷൻ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2% സിമ്പിൾ ഇടുന്നത്. റൂൾ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സെപ്പറേറ്റ്. അപ്പം നമ്മൾ എന്താ ഈ അണ്ടർലൈൻ ചെയ്ത്, അതായത് ഇപ്പം എന്തെങ്കിലും നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ അത് തീർന്നു എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ആ ഒരു പേജ് മൊത്തം നമ്മൾ വരയിട്ട് വെക്കത്തില്ലേ, അതുപോലെയുള്ളൂ. അതായത് സെക്ഷനായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഡബിൾ എന്താണ് നമ്മുടെ പെർസെൻറ്റേജ് സിമ്പിൾ നമ്മൾ ഇടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ സെക്ഷൻ എന്താ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ഡെഫിനിഷൻ സെക്ഷൻ, അതായത് ഏറ്റവും മുകളിലത്തെ ആദ്യത്തെ സെക്ഷൻ. ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്താ വരുന്നത്, അവിടെ വരുന്നതാണ് നമ്മുടെ മാക്രോസ് വരും, പിന്നെ കോൺസ്റ്റൻസ് വരും, ഹെഡർ ഫയൽസ് വരും. ഹെഡർ ഫയൽ നമുക്കറിയാലോ, ഹാഷ് ഇൻക്ലൂഡ് str.h എന്നൊക്കെ പറയുമ്പോൾ ഹെഡർ ഫയൽ ഉണ്ടല്ലോ, ഹെഡർ ഫയൽസ് വരും, ഗ്ലോബൽ വേരിയബിൾസ്. അപ്പൊ ഇതൊക്കെ വരുന്ന സ്ഥലമാണ് ഡെഫിനിഷൻ സെക്ഷൻ എന്ന് പറയുന്നത്. മാക്രോസ്, കോൺസ്റ്റൻസ്, ഹെഡർ ഫയൽസ്, ഗ്ലോബൽ വേരിയബിൾസ്, ഇതൊക്കെ വരും നമ്മുടെ ഡെഫിനിഷൻ സെക്ഷനിൽ. ഫോർ എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ ഡിജിറ്റ് 0 to 9 ഉണ്ടോ, 0 to 9 വരെ വരുന്നതിന് നമ്മൾ ഡിജിറ്റ് എന്നാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി റൂൾ സെക്ഷൻ, അതായത് രണ്ടാമത്തെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പാറ്റേണും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്ഷനുമാണ് നമ്മൾ കൊടുക്കുന്നത്. പാറ്റേൺ ഉണ്ടല്ലോ, നമ്മുടെ പാറ്റേൺ നമ്മൾ റെഗുലർ എക്സ്പ്രഷൻ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി ആ പാറ്റേൺ വന്നു കഴിഞ്ഞാൽ എന്ത് ആക്ഷൻ ആണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ പാറ്റേൺ ആക്ഷൻ. ഒരു എക്സാമ്പിൾ കണ്ടോ, ഡിജിറ്റ് പ്ലസ്, ഇങ്ങനെ ഒരു പാറ്റേൺ ആ വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്രിന്റ് ചെയ്യുക, നമ്പർ എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രിന്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ വൈവേ ടെക്സ്റ്റ് എന്താന്നുള്ളത് ഞാൻ പറയാം. അപ്പം നമ്പർ എന്താന്നുള്ളത് നമ്പർ എന്നുള്ളത് പ്രിന്റ് ചെയ്യുക. ആ നമ്പർ ഇതാണ് നമ്പർ എന്നുള്ളത് അത് പ്രിന്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റൂൾ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പാറ്റേണും കൊടുക്കണം, കറസ്പോണ്ടിങ് ആക്ഷനും കൊടുക്കണം. ഓക്കെ, ഇനി അതിനുശേഷം എന്താ, യൂസർ സബ്റൂട്ടീൻ സെക്ഷൻ ആണ്. ഇതാണ് ലാസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ സി പ്രോഗ്രാം എഴുതുന്നില്ല, അതുപോലെ തന്നെയാണ് അവിടെ നമ്മൾ എഴുതുന്നത്. അതായത് അവിടെ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നത്, മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, മെയിൻ ഫംഗ്ഷൻ ഇൻറ്റു മെയിൻ, നമ്മൾ സി പ്രോഗ്രാം എഴുതുമല്ലോ അത് തന്നെ മെയിൻ ഫംഗ്ഷൻ എഴുതും. അതിനുള്ളിൽ ഒരു ഫംഗ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, YYLex എന്ന് പറഞ്ഞിട്ട്. ഈ YYLex എന്ന് പറഞ്ഞിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സർ ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള ഒരു കോളാണ്. നമ്മൾ ലെക്സർ ഫംഗ്ഷനെ വിളിക്കുകയാണ് ചെയ്യുന്നത്. YYLex എന്ന് പറഞ്ഞിട്ട് ലെക്സർ ഫംഗ്ഷനെ നമ്മൾ ഇവിടെ വിളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമ്മൾ ഷുവറായിട്ട് നമ്മൾ എഴുതണം, YYLex എന്നുള്ളത് ഷുവറായിട്ട് നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ യൂസർ സബ്റൂട്ടീൻ സെക്ഷൻ എന്ന് പറയുന്നത്. ഇനി ലെക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ മൊത്തത്തിൽ പറഞ്ഞു തരാം.
നമ്മൾ ലെക്സ് എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട്, അതായത് നമ്മളിപ്പം പ്രോഗ്രാം എഴുതുന്നു. നമ്മൾ നമ്മുടെ ഒരു ലെക്സ് പ്രോഗ്രാം എഴുതി, എന്നിട്ട് ആ ലെക്സ് പ്രോഗ്രാമിനെ സേവ് ചെയ്യുന്നത് .l ഫയൽ വെച്ചിട്ടാണ്. .l ആണ് നമ്മുടെ ഫയൽ നെയിമിന്റെ എക്സ്റ്റൻഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഒരു പേര് കൊടുക്കുക, എന്നിട്ട് .l എന്ന് കൊടുത്താൽ മതി. ഇപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ ആണെങ്കിൽ example1.l എന്ന് കൊടുക്കണം. ആ .l എന്ന് ഉദ്ദേശിക്കുന്നത് ലെക്സ് ഫയൽ ആണെന്നാണ്. ഓക്കെ, അപ്പൊ ലെക്സ് ഫയലിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ .l യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത്, അതിനെ നമ്മൾ സേവ് ചെയ്യേണ്ടത് ഒരു പേര് കൊടുക്കുക, .l കൊടുക്കണം. അപ്പൊ അത് ലെക്സ് പ്രോഗ്രാം ആയി. ഇനി ആ ലെക്സ് പ്രോഗ്രാമിനെ നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൽ ചെയ്യണം. അതിനെ കമ്പൈൽ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കമ്പൈലേഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? സി ഫയലാണ്. ഒരു സി ഫയൽ കിട്ടും. ആ സി ഫയൽ എന്ന് പറഞ്ഞ പേരാണ് lex.yy.c. ഈ പേര് മാറത്തില്ല കേട്ടോ, ഇത് കോൺസ്റ്റന്റ് നെയിം ആണ്. ഇത് ഇങ്ങനെ തന്നെ വരുള്ളൂ, lex.yy.c. അപ്പം ലെക്സ് ഫയൽ കമ്പൈൽ ചെയ്യുമ്പോൾ കിട്ടുന്ന സി ഫയലാണ് എന്ത്? lex.yy.c. അപ്പൊ ഇത് മറക്കരുത്, lex.yy.c എന്നുള്ള ഫയലാണ് കിട്ടുന്നത്. ഇത് കോൺസ്റ്റന്റ് നെയിം ആണ്, ഈ നെയിം മാറത്തില്ല. ഇനി ഈ കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സി ഫയൽ അല്ലേ കിട്ടുന്നത്. അപ്പൊ സി ഫയലിനെ സി പ്രോഗ്രാമിനെ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളത് നമുക്കറിയാം അല്ലെ. കമ്പൈൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം, എക്സിക്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാം. അപ്പം ബാക്കി നമ്മൾ സി പ്രോഗ്രാമിൽ എങ്ങനെ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ചെയ്യേണ്ട ആദ്യത്തെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെക്സ് പ്രോഗ്രാം എഴുതുക. ലെക്സ് പ്രോഗ്രാം എഴുതിയിട്ട് അതിനെ സേവ് ചെയ്യേണ്ടത് .l വെച്ചിട്ടാണ്. .l എക്സ്റ്റൻഷൻ കൊടുക്കണം. ഇപ്പം ഫയൽ നെയിം .l കൊടുക്കുക, എന്നിട്ട് അതിനെ കമ്പൈൽ ചെയ്യുക. കമ്പൈൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു സി പ്രോഗ്രാം കിട്ടും. ആ സി പ്രോഗ്രാമിന്റെ അല്ലെ സി ഫയലിന്റെ പേരെന്ന് പറയുന്നത് lex.yy.c എന്നാണ്. ഈ പേര് മാറത്തില്ല കേട്ടോ, lex.yy.c. ഇനി ഈ lex.yy.c എന്ന് പറയുന്നത് എന്താ? സി ഫയൽ അല്ലേ. ഇനി നമ്മൾ സിയെ എങ്ങനെയാണ് നോർമലി നമ്മൾ കമ്പൈൽ ചെയ്ത് റൺ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ലെക്സ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. സ്പെഷ്യൽ വേരിയബിൾസ് ഉണ്ട് ഇതിനകത്ത്. യൂസ് ചെയ്യുന്ന സ്പെഷ്യൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ YY-text എന്ന് പറയും. YY-text എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോയിന്റർ ആണ്. ഫസ്റ്റ് ക്യാരക്ടർ, അതായത് ലെക്സീമിന്റെ ഫസ്റ്റ് ക്യാരക്ടറിലേക്കുള്ള ഒരു പോയിന്റർ ആണ് YY-text എന്ന് പറയുന്നത്. പോയിന്റർ ടു ദ ഫസ്റ്റ് ക്യാരക്ടർ ഓഫ് ദ ലെക്സീം. ഓക്കെ, ഇനി YY-length എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LENG എന്ന് പറഞ്ഞ ലെങ്ത് ആണെന്നുള്ളത് അറിയാം അല്ലെ. അതായത് നമ്മുടെ ലെക്സീമിന് എത്ര ലെങ്ത് ഉണ്ട് അല്ലെ, എത്ര ലോങ് ആണ് നമ്മുടെ ലെക്സീം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് YY-leng യൂസ് ചെയ്യുന്നത്. ഇനി YY ലൈൻ നമ്പർ ആണെങ്കിൽ YY-LINENO, അതായത് YY ലൈൻ നമ്പർ, ഇത് എന്താണ്? നമ്മുടെ ഇൻപുട്ടിന്റെ കറണ്ട് ലൈൻ നമ്പർ ആയിരിക്കും ഇതിനെ കാണിക്കുന്നത്. അപ്പൊ ഈ 3 സ്പെഷ്യൽ വേരിയബിൾസ് ആണ്. ഈ വേരിയബിൾസ് ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇത് നമ്മൾ പ്രോഗ്രാമിനായിട്ട് യൂസ് ചെയ്യും കേട്ടോ. ഇനി ഇത് കണ്ടോ, ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഐഡന്റിഫൈ നമ്പേഴ്സ് ആൻഡ് ആൽഫബറ്റ് ഇൻ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ലെക്സ് പ്രോഗ്രാം ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ലെക്സിക്കൽ അനലൈസറിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ലെക്സ് ഫയലിന്റെ ഞാൻ കൊടുത്ത നെയിം എന്ന് പറയുന്നത് example.l ആണ്. ഓക്കെ, ഇതാണ് എന്റെ ലെക്സ് ഫയൽ റൈറ്റ് സൈഡിൽ കാണുന്നത്. example.l എന്നാണ് ഞാൻ അതിന് കൊടുത്ത പേര്. നോക്കിയേ, ആദ്യത്തെ സെക്ഷനിൽ ഞാൻ ഹാഷ് ഇൻക്ലൂഡ് std.h കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഫസ്റ്റ് സെക്ഷൻ അതാണല്ലോ, നമുക്ക് കോൺസ്റ്റൻസ്, ഹെഡർ ഫയൽസ്, മാക്രോസ് ഇതൊക്കെ കൊടുക്കാമല്ലോ. ഇനി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കണ്ടോ, ഇവിടെ ഡിജിറ്റിനെ ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആൽഫ എന്ന് പറയുന്നത് A to Z. ഓക്കെ, ഇനി ആ സെക്ഷനെ സെപ്പറേറ്റ് ചെയ്തേക്കുന്ന കണ്ടോ. ഡിജിറ്റ് വരുവാണെങ്കിൽ ഇതാണ് പാറ്റേണും ആക്ഷനും ആണ് ഇവിടെ. ഡിജിറ്റ് വരുവാണെങ്കിൽ എന്താണ് പ്രിന്റ് ചെയ്യുക, നമ്പർ എന്ന് പ്രിന്റ് ചെയ്യുക. ആൽഫബറ്റ് ആണെങ്കിൽ ആൽഫബറ്റ് എന്ന് പ്രിന്റ് ചെയ്യുക. പിന്നെ ഒരു ഡോട്ട് ആണെങ്കിൽ എന്ത് ചെയ്യുക? അതർ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് നമ്മൾ മെയിനകത്ത് നമ്മൾ YY-lexനെ കോൾ ചെയ്യുന്നുണ്ടോ. YY-lexനെ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ എങ്ങനെയാണ് റൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ example.l എന്ന് പറഞ്ഞ് നമ്മൾ സേവ് ചെയ്തില്ല, ഈ ഫയലിനെ example.l എന്ന് പറഞ്ഞ് സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ലെക്സ് ഫയലിനെ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡാണ് ലെക്സ്. ഓക്കെ, ലെക്സ് എന്ന് വിളിച്ചാൽ മതി. ലെക്സ് പിന്നെ ലെക്സ് ഫയലിന്റെ പേര് കൊടുക്കുക. അപ്പൊ കമ്പൈൽ ചെയ്യും. കമ്പൈൽ ചെയ്തിട്ട് കിട്ടുന്നത് എന്താ? സി ഫയലാ. ആ സി ഫയലിന്റെ പേരെന്താണ്? lex.yy.c. ഇനി ഈ lex.yy.c എന്ന് പറഞ്ഞതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ കമ്പൈൽ ചെയ്യണം. സി ഫയലിനെ കമ്പൈൽ ചെയ്യണം GCC വെച്ചിട്ട്. GCC lex.yy.c -o ഔട്ട്പുട്ട് ഫയൽ നെയിം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ എന്നാണ് ഞാൻ എന്റെ ഔട്ട്പുട്ട് ഫയലിന്റെ നെയിം കൊടുത്തേക്കുന്നത്. ഇനി എങ്ങനെയാണ് റൺ ചെയ്യേണ്ടത്? ./example ഔട്ട്പുട്ട് ഫയൽ നെയിം ./output ഫയൽ നെയിം. അപ്പൊ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് റൺ ചെയ്ത് കിട്ടും.
ഓക്കെ, നമുക്ക് ഔട്ട്പുട്ട് ചോദിക്കും, ഇൻപുട്ട് ചോദിക്കും. ആ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് നമ്പർ ആണോ ആൽഫബറ്റ് ആണോ അതർ ക്യാരക്ടർ ആണോ എന്നുള്ളത് ലെക്സിക് അനലൈസർ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നത് ഉബുണ്ടുവിലാണ്, ലിനക്സിലാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലിനക്സ് ആണ്. അത് ഫോളോ ചെയ്യുന്ന രീതിയാണ്. GCC കമ്പൈലർ അവിടെ ആണല്ലോ ഉള്ളത്, അല്ലെ? വേറെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിൾ ലെക്സ് പ്രോഗ്രാം ടു റെക്കഗ്നൈസ് ഐഡന്റിഫയർ നമ്പർ ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഫ്രം ദ ഇൻപുട്ട് ഫയൽ. അപ്പൊ ഐഡന്റിഫയേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യാം, ടോക്കണുകളെ റെക്കഗ്നൈസ് ചെയ്യാം, നമ്പർ, ഓപ്പറേറ്റേഴ്സ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ കണ്ടോ. അഷിംഗ്ലൂഡ് STL.h ഇതൊരു സെക്ഷൻ. പിന്നെ നമ്മൾ രണ്ടാമത്തെ സെക്ഷനിൽ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പാറ്റേണും ആക്ഷനും. പാറ്റേൺ ആക്ഷൻ, ഇതാണ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ? റെഗുലർ എക്സ്പ്രഷൻ. ഈ കാണുന്നതൊക്കെ റെഗുലർ, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ റെഗുലർ എക്സ്പ്രഷൻസ് ആണ്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടെന്നുള്ള ആക്ഷൻ ആണ് റൈറ്റ് സൈഡിൽ കാണിച്ചേക്കുന്നത്. കണ്ടോ, ഈ /n//t ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, വൈറ്റ് സ്പേസിനെ ഒക്കെ ഇഗ്നോർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഡോട്ട് ആണെങ്കിൽ നമ്മൾ അൺനോൺ ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. പിന്നെ A to Z, സ്മോൾ എ തൊട്ട് സ്മോൾ Z വരെ, ക്യാപിറ്റൽ എ തൊട്ട് ക്യാപിറ്റൽ Z വരെ, അണ്ടർസ്കോർ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഐഡന്റിഫയറിന്റെ എന്താണ് റെഗുലർ എക്സ്പ്രഷൻ ആണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പൊ റെഗുലർ എക്സ്പ്രഷൻസ് എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ ലെക്സ് പ്രോഗ്രാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് മെയിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ലെക്സർ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നു. ഓക്കെ, ലെക്സർ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെക്സർ ഫംഗ്ഷൻ ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വേറൊരു എന്താണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. താങ്ക് യു.